ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ ഒരു പുതിയ കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും എംബ്രോയിഡറിയോ ആരി വർക്കോ അങ്ങനെ എന്തോ കുറച്ച് പരിപാടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്നല്ലേ. നല്ലപോലെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ആരി വർക്ക് അല്ലെങ്കിൽ എംബ്രോയിഡറി. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ ആരി വർക്കിൻ്റെ ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ആരി വർക്ക് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരും എൻ്റെ ചാനൽ ഫോളോ ചെയ്യണം. അതുപോലെ ഡെയിലി ഞാൻ മാക്സിമം ക്ലാസ്സസ് ഇടാൻ നോക്കും, ഷോർട്സ് ആയിട്ടാണെങ്കിലും ലോങ് വീഡിയോസ് ആയിട്ടാണെങ്കിലും. അപ്പോൾ മാക്സിമം പഠിക്കാൻ അത്രയും താല്പര്യമുള്ളവർ മസ്റ്റായിട്ട് വീഡിയോസ് വാച്ച് ചെയ്യണം. വാച്ച് ചെയ്താൽ മാത്രം പോരാ, അത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ വേണം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇത്രയും സാധനങ്ങളാണ് ബേസിക്കായിട്ട് നമുക്കൊരു ആരി വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വേണ്ടത്. ആദ്യം തന്നെ വേണ്ടത് എംബ്രോയിഡറിയുടെ റിങ് ഇല്ലേ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എംബ്രോയിഡറി റിങ്. നമുക്കിതിലാണ് ചെയ്ത് പഠിക്കാനുള്ളത്. അതിന് ശേഷം ആരി വർക്കിൻ്റെ സ്റ്റാൻഡൊക്കെ മേടിച്ചാൽ മതി. അപ്പോൾ ഇതൊരു 6 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെ റിങ് മേടിക്കാം. പിന്നെ വേണ്ടത് നമുക്ക് നീഡിലാണ്, ആരി നീഡിൽ. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 14.05 അല്ലെങ്കിൽ 24. ഈ 2 സൈസിലുള്ള നീഡിലാണ് നമുക്ക് ആരി വർക്ക് ചെയ്യാനായിട്ട് വേണ്ടത്. പിന്നെ വേണ്ടതാണ് സറി ത്രെഡ് അല്ലെങ്കിൽ ആരി ത്രെഡ്. ഏതെങ്കിലും 2-3 കളേഴ്സിൽ നമുക്ക് ഏറ്റവും ചെറുതായിട്ടുള്ള സറി ത്രെഡ് ഉണ്ട്, അപ്പോൾ ഇത് മേടിച്ച് വെക്കാം. ഇനി വേണ്ടത് സ്റ്റോൺ ചെയിനാണ്. സ്റ്റോൺ ചെയിനും അതുപോലെ ബോൾ ചെയിനൊക്കെ നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. നമ്മൾ ബേസിക്കായിട്ട് ത്രെഡ് എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമാണ് ഇത്രയും സാധനങ്ങൾ വെച്ചുകൊണ്ട് നമ്മളൊരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്നത്. അപ്പോൾ സ്റ്റോൺ ചെയിനും വേണം, ബോൾ ചെയിനും വേണം. ഇപ്പോൾ കാണുന്ന പാക്കറ്റിലുള്ളതാണ് സർദോസി. അപ്പോൾ അതൊക്കെ നമ്മൾ കരുതി വെക്കുക. പിന്നെ നമ്മുടെ സ്റ്റോൺസ്, അതായത് കുന്തൻ സ്റ്റോൺസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫാബ്രിക് ഗ്ലൂ വേണം. പിന്നെ വേണ്ടത് ഫ്ലാറ്റ് സീക്വൻസ് ആണ്. ഏതെങ്കിലും 2 കളേഴ്സിലുള്ള ഫ്ലാറ്റ് സീക്വൻസ് നമ്മുടെ കയ്യിൽ കരുതി വെച്ചേക്കുക. അങ്ങനെ ഇന്ന കളറൊന്നുമില്ല നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ വേണ്ടതാണ് കട്ട് ബീഡ്സ്. അത് ഫുൾ ട്യൂബ് ഉണ്ട്, ഹാഫ് ട്യൂബ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മേടിച്ചേക്കാം. ഇനി വേണ്ടതാണ് മിറർ ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മിറർ മേടിച്ച് വെക്കാം. അതുപോലെ തന്നെ കപ്പ് സീക്വൻസും ഏതെങ്കിലും 2 കളേഴ്സിലുള്ളത്, അപ്പോൾ അത് വേണം. പിന്നെ വേണ്ടതാണ് ഷുഗർ ബീഡ്സ്. അതൊരു പാക്കറ്റ് മതി. എല്ലാത്തിനും വളരെ വില കുറവാണ്. അപ്പോൾ എന്തായാലും പഠിക്കാൻ ആഗ്രഹമുള്ളവർ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മേടിച്ച് വെക്കാം. പിന്നെ നമ്മുടെ സ്കെയില്, പെൻസില്, ഒരു ചെറിയ കത്രിക, ഇതൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ലൈൻ വരക്കുമല്ലോ, ലൈൻ വരച്ചിട്ട് അതിലല്ലേ നമ്മളെല്ലാം ചെയ്തു തുടങ്ങുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ വേണ്ടത്. പിന്നെ വേണ്ടത് നമുക്ക് നല്ലൊരു ക്ലോത്താണ്. ഇതിന് വേണ്ട മെയിൻ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ പോപ്പിൻ ക്ലോത്താണ്. അത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു 2 മീറ്ററെങ്കിലും കുറഞ്ഞത് മേടിച്ച് വെക്കാം. അപ്പോൾ ഞാൻ മേടിച്ചേക്കുന്നത് കുറച്ച് ക്വാളിറ്റി കുറവുള്ള ഒരു കോട്ടൺ പീസാണ്. അപ്പോൾ എനിക്കറിയാൻ വയ്യാത്ത സമയത്ത് മേടിച്ച കാര്യമായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഇതിലും ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ഏത് തുണിയിലും നമുക്ക് ചെയ്യാൻ പറ്റണമല്ലോ. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി പെർഫെക്റ്റായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ പോപ്പിൻ ക്ലോത്ത് കിട്ടും. അപ്പോൾ അത് മേടിച്ചാൽ മതി. ഞാനിപ്പോൾ മേടിച്ചേക്കുന്നത് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള സാധാരണ ലൈനിങ് ഒക്കെ യൂസ് ചെയ്തില്ല, അതേപോലത്തെ ഒരു തുണിയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ആരി വർക്കിന് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു തുണിയിലേക്ക്, നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു വെള്ള തുണിയിലേക്ക് നമ്മുടെ ഒരു റിങ് വെച്ച് കൊടുക്കാം. വേറെ ഒന്നല്ല, നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇത്രയും ഫുൾ തുണി കൈ പിടിച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്കൊരു തടസ്സമാകും. അപ്പോൾ നമുക്ക് ആ ഒരു സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ വെച്ച് നോക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇനി ആ റിങ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ലെഫ്റ്റിലോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ലൂസായിട്ട് വന്ന് നമുക്ക് 2 റിങ്ങായിട്ട് കിട്ടും. എന്നിട്ട് ആ ഒരു പച്ച കളറിലെ സാധനം വരുന്നത് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഏറ്റവും ചെറിയ സൈസ് റിങ് വരുന്നത് താഴെ വെച്ചതിന് ശേഷം മുകളിൽ ആ തുണി വെക്കാം. പിന്നെ ആ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഭാഗം മുകളിലും വെച്ചിട്ട് ഒന്ന് പയ്യെ താത്തി കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ബേസിക്കായിട്ട് നമ്മൾ സ്കൂളിൽ എംബ്രോയിഡറി ഒക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ടൈറ്റ് ചെയ്തിട്ട് തുണി നല്ലപോലെ വലിക്കുക. നല്ല ടൈറ്റായിട്ടിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് വൃത്തിയായിട്ട് ആരി വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റുള്ളൂ. ഇനി നമുക്കൊരു ആരി ത്രെഡ് എടുത്തിട്ട്, അതായത് നമ്മുടെ ഒരു ഗോൾഡൻ സെറി ത്രെഡ് എടുത്തിട്ട് ഒന്ന് കെട്ടിട്ടെടുക്കണം. ഒരറ്റത്തുനിന്ന് കെട്ടിട്ടതിന് ശേഷം നല്ല തിക്നെസ്സിലായിരിക്കണം കെട്ടിടേണ്ടത്. കാരണം നൂല് പൊക്കുമ്പോഴേക്കും ആ ഒരു ഗ്യാപ്പിൽ കൂടെ നൂല് കയറി വരരുത്. അപ്പോൾ കുറച്ച് തിക്നെസ്സിൽ വേണം നമ്മുടെ നൂലൊന്ന് കെട്ടിയിട്ടെടുക്കാനായിട്ട്. ഇനി ഈ കെട്ടിയിട്ടിട്ടുള്ള നൂലിൻ്റെ അറ്റം നമ്മുടെ തള്ളവിരലിനും നടുവിരലിനും ഇടയിലായിട്ട് പിടിക്കുക. എന്നിട്ട് ചൂണ്ട് വിരൽ ചുറ്റി ഈ 2 വിരലിലേക്കും വെക്കാം. ഇനി നമുക്ക് ടുലിപ്പിൻ്റെ 24.05 ആ ഒരു നീഡിലെടുത്തിട്ട് എങ്ങനെയാണ് ഈ ത്രെഡ് കോർത്തെടുക്കുന്നതെന്ന് കാണാം. ജസ്റ്റ് ഇത് പ്രാക്ടീസിന് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ്.
എങ്ങനെയാണ്, അതായത് ഒരു കുളത്ത് പോലത്തെ ഭാഗം വരുന്നുണ്ട്, അതാണ് കൊളുത്തി ഇങ്ങനെ പൊക്കിയെടുക്കേണ്ടത്. അപ്പോൾ തുണിയിലേക്ക് വെക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, എന്നാൽ മാത്രമേ കുറച്ച് നമുക്ക് ചെയ്യാനായിട്ട് ഈസി ആവുള്ളൂ. ഇനി നമുക്ക് എംബ്രോയ്ഡറി റിങ്ങിലേക്ക് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം, സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്. അതുപോലെ ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ചെയിൻ ലെങ്ത്ത്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ ചെയിൻ സ്റ്റിച്ചിൽ കീപ്പ് ചെയ്യേണ്ട ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, കാരണം ഒരു ചെയിൻ ഇത്തിരി വലുതും അടുത്ത ചെയിൻ കുറച്ച് ചെറുതും അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് അല്ലേ, അപ്പോൾ നമുക്ക് കൈ വഴങ്ങി അതുപോലെ പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലെ ഇത് ഗ്യാപ്പിട്ട് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിട്ട് ഇതേപോലെ മാർക്ക് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുള്ള ഈ ഒരു ത്രെഡില്ലേ, അതായത് കട്ടി കൂടിയിട്ടുള്ള കെട്ടിട്ട ഭാഗം നമ്മൾ താഴെ വെക്കാം. ഇപ്പോൾ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. സ്റ്റാൻഡ് ഇല്ലാണ്ട് നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സ്റ്റാൻഡ് ഇല്ലാണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ നേരെ താഴേക്ക് നമുക്ക് എവിടെയാണോ സ്റ്റിച്ച് ഇടേണ്ടത് അതിന് തൊട്ട് താഴെ നമ്മൾ ആ നൂല് വെക്കാം. അതിനുശേഷം എവിടെയാണോ നമ്മൾ സൂചി കുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അവിടെ സൂചി കുത്തിയിട്ട് ആ ഭാഗത്ത് സൂചി കുത്താം. കുത്തിയതിന് ശേഷം താഴെ പിടിച്ചിരിക്കുന്ന നൂല് ആ സൂചിയിലേക്ക് ഒരു ചുറ്റ് കൊടുക്കാം. കുളത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഭാഗം വരും സൂചിയുടെ, അവിടെ ഒന്ന് കുളത്തി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് പയ്യെ മുകളിലേക്ക് പൊക്കാം. പൊക്കുമ്പോൾ തന്നെ ട്വിസ്റ്റ് ചെയ്യണം. നമ്മൾ സൂചി പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുളത്ത് വരുന്ന ഭാഗം ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റിലോട്ടായിട്ട് വേണം സൂചി കുത്തേണ്ടത്. അതായത് ആ ഒരു മുന വരുന്ന ഭാഗം ലെഫ്റ്റിലോട്ടായിട്ട് വേണം. അപ്പോൾ വരട നേരെ പോകുമ്പോൾ നേരെ ആയിട്ടുള്ള രീതിക്കല്ല, ആ കുളത്ത് വരട നേരെ രീതിക്കല്ല കുത്തേണ്ടത്, പകരം ലെഫ്റ്റ് സൈഡിലോട്ട് ഒന്ന് ചരിച്ച് മീൻസ് ലെഫ്റ്റ് സൈഡിലേക്ക് ആകുന്ന രീതിയിൽ വേണം സൂചി കുത്താനായിട്ട്. കുത്തിയിട്ട് പൊക്കുമ്പോഴേക്കും കുത്തി കഴിയുമ്പോഴേക്ക് താഴെ നമ്മൾ ആ നൂലൊന്ന് ചുറ്റിക്കൊടുക്കുക. എന്നിട്ട് പൊക്കുമ്പോൾ വരുന്ന അതേ ആംഗിൾ ആവരുത്, ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. നമ്മുടെ നേർക്ക് വേണം കുളത്തിരിക്കാനായിട്ട്. ഒന്ന് പൊക്കി നോക്കാം. അപ്പോൾ കറക്റ്റ് നമ്മുടെ ചെയിൻ പോലെ സ്റ്റിച്ച് വന്നുകൊണ്ടിരിക്കും. എപ്പോഴും സൂചി കുത്തുമ്പോഴേക്കും നേരെ ആവരുത്. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നീഡിൽ ഒരു സൈഡ് ടുലിപ്പെന്നും ഒരു സൈഡ് 24.04 എന്നും പറഞ്ഞുകൊണ്ടും എഴുതിയിട്ടുണ്ടാവും. അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ടുലിപ്പ് എന്ന് പറയുന്ന ഒരു ടുലിപ്പ് ജപ്പാൻ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്ന ആ ഒരു ഏരിയയാണ് നമുക്ക് നമ്മുടെ ഫേസിലേക്ക് നേരെ വരേണ്ടത്. പക്ഷെ നേരെ എന്ന് പറയാൻ പറ്റത്തില്ല, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗം എന്ന് പറയുന്നത് ആ ഒരു എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ അതേപോലെ വേണം നമ്മുടെ സൂചി പിടിക്കാനായിട്ട്. നമുക്ക് നേരെയാണ് ചെയിൻ പോകേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് കൊളുത്ത് നേരെ വെക്കണ്ട, പകരം ഒന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് എന്നുള്ള രീതിക്ക് കുത്തിയിട്ട് പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ത്രെഡ് കിട്ടും. ഇതേപോലെ താഴെ ചുറ്റിക്കൊടുക്കാം. നമ്മുടെ സൂചി ഇറങ്ങി വരുമ്പോൾ ആ കുളത്തിലേക്ക് എന്നുള്ള രീതിക്ക് വേണം അടിയിലത്തെ ത്രെഡ് ചുറ്റിക്കൊടുക്കാനായിട്ട്. ചുറ്റിയിട്ട് പൊക്കുമ്പോൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം, കാരണം പൊക്കിയെടുക്കുന്ന അതേ ആ ഒരു രീതിയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ത്രെഡ് സൂചിയിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ടാണ് പൊക്കിയെടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. അപ്പോൾ കുളത്ത് തന്നെ ഭാഗം നമ്മുടെ നേർക്കായിരിക്കും. ആ സൂചിയുടെ തുമ്പ് വരുന്ന ഒരു കുളത്തില്ലേ, ആ ഒരു ഭാഗം നമ്മുടെ നേർക്കുള്ള രീതിക്കാണ് വലിച്ചു പൊക്കേണ്ടത്. പിന്നെ തിരിച്ച് കുത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് കുളത്തിരിക്കാം. പൊന്നിച്ചിങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ സൈഡിലേക്കായിരിക്കണം. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്കത് കിട്ടുള്ളൂ. ഞാനും പണ്ട് ഇത് യൂട്യൂബ് നോക്കി പഠിക്കാൻ നോക്കിയിട്ട് ഒട്ടും കിട്ടണമെന്നുണ്ടായിരുന്നില്ല. ഒരാൾ നമുക്ക് നേരിട്ട് പറഞ്ഞു തരുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. കാരണം നമുക്കപ്പോൾ സംശയങ്ങൾ വരും. അപ്പോൾ തന്നെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഓഫ്ലൈനായിട്ട് എനിക്കിപ്പോൾ എല്ലാവർക്കും ഇതുപോലെ പറഞ്ഞുതരാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ അങ്ങനൊരു കാര്യം എൻക്വയറി ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരും. ഇതിപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മാർഗം തരുന്നത് യൂട്യൂബാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലത്തെ കാര്യങ്ങൾ യൂട്യൂബിലൂടെ പറഞ്ഞു തരുന്നത്. മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കാം. ഇതേപോലെ സൂചി കുത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള രീതിക്ക് നമ്മൾ നേരെ പോകുന്നതായിരിക്കും. നമ്മൾ ലൈൻ വരച്ചിട്ട് നമ്മൾ ത്രെഡും അതുപോലെ നമ്മുടെ റിങ്ങൊക്കെ പിടിക്കുന്നത് നേരെയാണ്. അതായത് നമ്മൾ നേരെ കുത്തിയാണ് നമുക്ക് ചെയിൻ പോകേണ്ടത്. പക്ഷെ സൂചി കുത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള രീതിക്ക്, അതായത് ആ സൂചിയുടെ മുന വരുന്ന ഭാഗം ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ കുത്താം. പൊക്കിയെടുക്കുമ്പോഴേക്കും നമ്മുടെ നേർക്ക് ആയിട്ടുള്ള രീതിക്ക് കുളത്ത് വെക്കാം, പൊക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ പ്രശ്നം. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് കൈ വഴങ്ങാനായിട്ട്. പിന്നെ ചിലർക്ക് നമ്മുടെ കൈ വിയർക്കുന്നുണ്ടാകും, കാരണം ഈ നീഡിലും ഭയങ്കര ചെറുതാണ്. നമ്മൾ ടെൻഷനും കൂടെ ആകുമ്പോൾ വിയർക്കും നമ്മുടെ കൈ. അപ്പോൾ നമുക്ക് ഗ്രിപ്പ് കിട്ടില്ല. അങ്ങനെ ഗ്രിപ്പ് കിട്ടാത്ത അവസരത്തിൽ നമുക്ക്
ഈ നീഡിലിൻ്റെ അറ്റത്ത് നമ്മൾ ആ കൈ പിടിക്കുന്ന ഭാഗമില്ലേ അവിടെ ഒരു റബ്ബർ ബാൻഡ് ചുറ്റി കൊടുക്കാം. പിന്നെ നീഡിൽ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ, മോതിരവിരൽ ഈ 3 വിരൽ കൊണ്ട് വേണം നീഡിൽ കൺട്രോൾ ചെയ്യാനായിട്ട്. താഴത്തെ ചെറുവിരലിൻ്റെ ആവശ്യം നമുക്കില്ല. ജസ്റ്റ് അതൊരു താഴെ ഒരു സ്റ്റാൻഡ് പോലെ വർക്ക് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു ഉപയോഗം നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ടില്ല. ഇതേപോലെ മാക്സിമം കുത്തി പൊക്കിയെടുക്കാം. അതിനുശേഷം പൊത്തി വരുന്ന ആ നൂലിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അടുത്ത ത്രെഡിനായിട്ട് കുത്തിയിറക്കാം. ഇപ്പോൾ ഇതേ ഒരു എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ചെയിൻ കിട്ടി. ആ ചെയിൻ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എവിടെയാണോ കുത്തേണ്ടത്, എന്തോരം ഗ്യാപ്പ് വേണം നമ്മുടെ ചെയിന്, അതനുസരിച്ച് കുത്തിയിട്ട് താഴെ നൂല് ട്വിസ്റ്റ് ചെയ്യാം, എന്നിട്ട് പൊക്കിയെടുക്കാം. കണ്ടോ, ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയായിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് കിട്ടും. ഏറ്റവും കൂടുതൽ ആര്യവർക്കിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് പറയാം കേട്ടോ. കാരണം പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ക്ലിയർ ആക്കിയിട്ട് വേണം എൻഡിനോട്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മാക്സിമം എടുക്കാൻ നോക്കാം.